ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പട്ടുപാവാടേൻ്റെ ബ്ലൗസാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടെ ഞാൻ 2.5 മീറ്റർ തുണിയാണ്, അതിൽ 2 മീറ്റർ പാവാടി, ബാക്കി 1/2 മീറ്റർ ടോപ്പിന് എടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 17.5 ഇഞ്ചിൽ ലെങ്ത് എടുത്തിട്ടുണ്ട്. തയ്യൽത്തുമ്പ് അടക്കം എടുക്കുക. അപ്പോൾ ഞാൻ ബാക്ക് സൈഡാണ് ഈ അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അവിടെ നിന്ന് ഞാൻ 1 ഇഞ്ച് നീക്കിയാണ് മുകളിൽ ഫ്രണ്ട് പാർട്ട് വയ്ക്കുന്നത്. ഇവിടെ നമുക്ക് ഷോൾഡർ ആണ് അടയാളപ്പെടുത്തേണ്ടത്. 5.5 ഇഞ്ച് അടയാളപ്പെടുത്താം. നെക്കിൻ്റെ വീതി 2.5 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് വരുന്നത്, ഈ ടോപ്പിൻ്റെ അളവ് വരുന്നത് 7 തുടങ്ങി 8 വയസ്സ് വരെയുള്ള അളവിലാണ്. അപ്പോൾ ഇവിടെ ഇറക്കം ഞാൻ 2.5 ഇഞ്ചാണ് നെക്കിന് കൊടുക്കുന്നത്. ഇനി ഇവിടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ്. 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 5 ഇഞ്ച് കൈക്കുഴി മതിയാവും. ഇനി ഇവിടുന്ന് ചെസ്റ്റ് വണ്ണം 6.5 ഇഞ്ചാണ്. 25 ഇഞ്ചിൻ്റെ 4-1 എടുക്കാം. ഇനി ഇറക്കമാണ് ടോപ്പിൻ്റെ. ഇവിടെ ഒരു 14.5 ഇഞ്ചിൽ ഇവിടെ ഒരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് വേസ്റ്റിൻ്റെ വണ്ണം ഞാൻ ഇവിടുന്ന് ഒരു 7.5 ഇഞ്ച്, മുകളിൽ നമ്മൾ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്, പ്ലസ് 1.5 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യുക. തയ്യൽത്തുമ്പാണ് അപ്പുറത്ത് നമ്മൾ ജോയിൻ ചെയ്യണത്. ഇവിടെ നമ്മൾ സ്ലിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ താഴ്ത്തുനിന്ന് ഒരു 3 ഇഞ്ചോ 2.5 ഇഞ്ചോ മുകളിൽ, താഴ്ത്തുനിന്ന് മുകളിലേക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. സ്ലിറ്റ് വേണ്ടാത്തവർക്ക് ഡയറക്റ്റ് ഇങ്ങനെ വരച്ചാൽ മതി. ഇനി ഇവിടെ കൈക്കുഴിക്ക് ഷേപ്പ് കൊടുത്തിട്ടുണ്ടായില്ല, അതൊന്ന് കൊടുക്കുകയാണ്. ഇവിടെയും ഞാൻ യു ഷേപ്പല്ല, ഒരു ആലില പോലത്തെ ഒരു ഷേപ്പാണ് കൊടുക്കണത്. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിൽ വേണം കട്ട് ചെയ്യേണ്ടത്, എന്നിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇവിടുന്ന് കൈക്കുഴിയാണ് ആദ്യം കട്ട് ചെയ്യണത്. അപ്പോൾ 1/2 മീറ്റർ മതിയാവും നമുക്ക് ഈ പാവാടയ്ക്ക് ടോപ്പ് തയ്ക്കാൻ. ഇപ്പം ഞാൻ ഒരുമിച്ചാണ് 2.5 മീറ്റർ വാങ്ങിച്ചത്. അപ്പോൾ അതിൽ നിന്ന് 1/2 മീറ്റർ എടുത്ത് ഞാൻ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ടോപ്പിന് കട്ട് ചെയ്തത്. ഇവിടെ താഴേക്ക് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇറക്കം എത്രയാണ് വേണ്ടത്, അതിൽ നിന്ന് താഴേക്ക് ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പോൾ മുകളിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടി ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കാം. അതുപോലെ ബാക്ക് ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 1/2 ഇഞ്ചാണ് എക്സ്ട്രാ നീക്കിയിട്ട് ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹുക്ക് ഇടാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് വേറെ സെപ്പറേറ്റ് തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു 1/2 ഇഞ്ച് വിട്ടത്. എന്നിട്ട് നമുക്കിവിടെ നെക്കിന് ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് എത്രയാണ് ബാക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നെക്കിൻ്റെ വീതി അടയാളപ്പെടുത്തേണ്ടത്, 2.5 ഇഞ്ച്. എന്നിട്ട് ഇവിടുന്ന് ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 2 ഇഞ്ചാണ് കൊടുക്കണത്. ഒരു യു ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ, അതിൽ ഈ ഒരു അളവ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു അളവ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നെക്ക് മാത്രമാണ് കട്ട് ചെയ്യാതെ ഇരിച്ചിരിക്കുന്നത്, ബാക്കി ആം ഹോൾ ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ തുണീൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ് വെച്ചിട്ട് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ടോപ്പ് പാർട്ടാണ്, ഫ്രണ്ട് ഭാഗമാണത്. ഇനി ഇത് ഞാൻ ഇതുപോലെ മറിച്ചിടാം. അപ്പോൾ ലൈനിങ് വയ്ക്കേണ്ടത് എപ്പോഴും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തായിരിക്കണം. ഈ ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ എടുക്കുക. ഇവിടെയും നല്ല വശത്തായിട്ട് ലൈനിങ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ സെപ്പറേറ്റ് 2 പീസ് വെച്ചിട്ട് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ സിബിന് പകരം ഞാനിവിടെ ഹുക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നെക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ലൈനിങ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ല വശത്തും ടോപ്പിൻ്റെ കട്ട് ചെയ്യുക. അപ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്യണതിന് പകരം ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. അളവിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തു. മെയിൻ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക് സൈഡ് 2 പീസായിട്ടായിരിക്കും കേട്ടോ കിട്ടണത്. ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ നല്ല വീതിയുള്ളൊരു തുണി അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന തുണീൻ്റെ വീതി എന്ന് പറയണത് 5 ഇഞ്ചാണ്. ഇറക്കെടുക്കേണ്ടത് ആ ടോപ്പിന് എത്രയാണോ ഇറക്കം അത്ര തന്നെ എടുക്കുക. എന്നിട്ട് ഇതിന് ഇതുപോലെ ഒന്ന് മടക്കുകയാണ്. ഇതുപോലെ ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. 1 ഇഞ്ച് കുറച്ചിട്ട് അടുത്ത തുണി എടുക്കാം. എന്നിട്ട് ഇതിനെ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഈ ഒരു സൈഡായിട്ട് വെച്ച് കൊടുക്കും. ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ മടക്കുക. എന്നിട്ട് ഇതിൽ എക്സ്ട്രാ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് കൊടുത്തിട്ട് വേണം ഇതിൻ്റെ അരികത്തുകൂടെ, അതായത് തുണീൻ്റെ നല്ല വശത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ മറിച്ചിടും. ഇനി മറ്റേ ഭാഗത്ത് റോങ് സൈഡിൽ വേണം ഈ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതും ഇതുപോലെ തന്നെ തുണീനെ മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് മുകളിൽ എക്സ്ട്രാ വിടുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ്. അതിപ്പോൾ ഏത് സൈഡിലായാലും ചെയ്താലും കുഴപ്പമില്ല. മറ്റേ തുണിയിൽ നിന്ന് റോങ് സൈഡിൻ്റെ അവിടെ നിന്നോ മറ്റേൻ്റെ നല്ല വശത്തുനിന്നോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇവിടെ ഞാനിത് റോങ് സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീസിന് നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാം. ഇതിന് ഇതുപോലെ വെച്ചിട്ട് ഈ സ്റ്റിച്ച് ചെയ്തതിന് മുകളിൽ കൂടെ ഈ ഒരു പീസ് കൊണ്ടുവരണം. അപ്പോൾ അത് പുറത്തേക്ക് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് തള്ളി ഇതുപോലെ നിൽക്കും. മറ്റത് ഉള്ളിലേക്കായിരിക്കും പോണത്. കണ്ടത് നമ്മൾ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ്. കണ്ടോ, അതെന്താവും, അത് റോങ് സൈഡിലേക്കാണ് പോണത്. ഇതുപോലെ കണ്ടോ. ഇനി അതിനതുപോലെ രണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതിന് മുന്നായിട്ട് ഞാനിവിടെ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്കിവിടെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം അത് അതിന് മുന്നായിട്ട് ഞാൻ കാണിക്കണമെന്നുള്ളൂ. അപ്പം ഇതെല്ലാം ചെയ്ത ശേഷം നമുക്കത് ഇനി നമുക്ക് സ്ലീവിൻ്റെ തുണി എടുക്കാം. അപ്പം അതിന് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. വീതി വരുന്നത് 9 ഇഞ്ചും നീളം വരുന്നത് 5 ഇഞ്ചുമാണ്. അപ്പോൾ നമ്മളിവിടെ ചുരുക്കിട്ടിട്ടുള്ളൊരു സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആ മടങ്ങിയ ഭാഗത്ത് നിന്ന് നമുക്ക് എത്ര ചുരുക്കാണ് വേണ്ടത് അത്രയും വിട്ടിട്ട് നമുക്കിതിനെ അടയാളപ്പെടുത്താം. അപ്പം ഞാനിവിടെ 2.5 ഇഞ്ചിലാണ് ആ ചുരുക്കിടുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 5 ഇഞ്ചിൽ നിവർത്തുമ്പോൾ ചുരുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഇവിടുന്ന് ആ ഒരു പോയിന്റിലേക്ക് വെച്ചിട്ട് ഒരു 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ കൈക്കുഴീൻ്റെ ഭാഗം വരുന്നത്. ഉടനെ ഇതുപോലൊരു ഷേപ്പിൽ വരച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചുരുക്കം ഇടാനുള്ള ഭാഗം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതുപോലെ ഷേപ്പിൽ വരച്ച് കൊടുക്കേണ്ടത്. ആ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരണം. ഇതുപോലെ ആ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ ആ 5 ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ട് വേണം നമ്മളിതുപോലെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ താഴെ ഇതുപോലെ നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ടിട്ട് ആ ഒരു കസവിൻ്റെ ഭാഗം നമ്മൾ പൈപ്പിംഗ് ആയിട്ട് വെച്ച് കൊടുക്കും. ഇതുപോലത്തെ ഒരു സ്ലീവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബോർഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഇഞ്ചിൽ ഒരു ബോർഡർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിവിടെ ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാണ്. എന്നിട്ട് ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ടിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് മുകളിലും താഴെയും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു
ഭാഗത്തായിട്ട് ഈ ഒരു പൈപ്പിംഗ് നമ്മൾ വെച്ച് കൊടുക്കും. ഇതുപോലെ 1 ഇഞ്ച് വീതിയുള്ളൊരു തുണി എടുത്തിട്ട് ഇതിനെ ഇതുപോലെ മടക്കി നമ്മൾ പൈപ്പിംഗ് പോലെ വെച്ച് കൊടുക്കുകയാണ്. ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ബോർഡർ സ്ലീവിൽ വരുന്നില്ലെങ്കിൽ നമ്മൾ വേറെ ബോർഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ 2 സൈഡിൽ അതുപോലെ ഹുക്ക് വയ്ക്കാനുള്ള പീസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എവിടേക്കാണ് ഹുക്ക് വേണ്ടത് അത് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആ ഹുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു സെറ്റിപ്പിങ് കുത്തി കൊടുക്കുകയാണ്. നമുക്ക് 2 സൈഡ് ഭാഗം ജോയിൻ ചെയ്യണതിന് വേണ്ടിയാണ്. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിലും താഴെയും ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് ചെറിയ ഫ്ലീറ്റ്സാണ് കിട്ടുന്നത്. ഇനി ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് 2 സൈഡ് ഭാഗമാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളവിടെ സൂചി കുത്തി വയ്ക്കണം ബാക്ക് സൈഡിൽ. ഇനി ഇവിടുത്തെ സ്ലീവിൻ്റെ വണ്ണം നമുക്ക് 4.5 ഇഞ്ചാണ് കിട്ടുന്നത്. അവിടുത്തെ വണ്ണം അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്ത് ആ സ്ലിറ്റിൻ്റെ ഭാഗം നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരുന്നു. അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചുരിദാറിന് സ്ലിറ്റ് തയ്ക്കണ പോലെ തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ 1 ഇഞ്ചാണ് നമ്മൾ ഒരു സൈഡ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ 1 ഇഞ്ചിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് താഴത്തുനിന്ന് മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സൈഡ് ഇതുപോലെ മടക്കിയിട്ട് ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡും. അപ്പോൾ ഇതിൽ സൈഡിൽ കുറച്ച് തുണി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തിട്ട് 1 ഇഞ്ചിലേക്ക് ആക്കിയതാണത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ കൊണ്ടുവരണം. എന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അടിഭാഗം മടക്കി തയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് ഞാൻ ഇതുപോലെ 2 ബോ എടുത്തിട്ടുണ്ട്. നമുക്ക് കസവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് തയ്ച്ചതാണ്. നെക്കിൻ്റെ അവിടെ ഇതുപോലെ ഗോൾഡൻ കളർ ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ടോപ്പിൻ്റെ ഫുൾ വ്യൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.